സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോക പരിസ്ഥിതി ദിനമായ 5-ാം തീയതി നമുക്ക് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷേ അങ്ങനത്തെ തിയേറ്റർ കഴിഞ്ഞ 6-ാം തീയതിയാണ് നമ്മൾ റിലീസ് ചെയ്തത്. പക്ഷേ ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ ഈ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ ചെയ്തൊരു സിനിമയാണ്. കണ്ടൽക്കാടുകളുടെ അതിജീവനം, കണ്ടൽക്കാടുകൾ എങ്ങനെ അതിജീവിക്കുന്നോ അതുപോലെ തന്നെ ക്യാൻസറിനെ അതിജീവിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഒരു 7-ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഐഷൈബീനാണ് ഇത് ചെയ്തത്. ആ കഥ പറയുന്ന ഒരു സിനിമയാണ് ലൈഫ് ഓഫ് മൈ ഹീറോ. ഈ ലൈഫ് ഓഫ് മൈ ഹീറോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ അതിജീവിച്ച് ഇത് കണ്ടലിൻ്റെ പോലെ കരുത്ത് പോലെ ക്യാൻസറിനെ അതിജീവിക്കുന്ന ഒരു ഇതിനകത്ത് നമുക്ക് സുധീർ കരമന, ദിനേശ് പണിക്കർ, നിയാസ് ബക്കർ, രാജേഷ് കോബ്ര അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏതാണ്ട് 60ഓളം സീൻ ആണ് ഈ സിനിമ ഉള്ളത്. മൊത്തം ഈ 60ഓളം 1.5 മണിക്കൂർ സിനിമയാണ്. ഈ 60ഓളം സീനിൽ എനിക്ക് തോന്നുന്നു 58 സീനിലും അഭിനയിച്ചിട്ടുള്ളതാണ് ഈ കുട്ടി എന്നുള്ള ലീഡിങ് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ സിനിമ നമ്മൾ നോക്കുമ്പോൾ ഒരു 1-2 സീൻ ഒഴിച്ച് ബാക്കി എല്ലാ സീനിലും നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് ആദ്യകാലത്ത് ആശങ്ക ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വരികയാണ്. ആ കുട്ടി അഭിനയിക്കാൻ വരുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ സിനിമ എവിടെ ടോട്ടലി ചെറിയ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അഭിനയിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഒരിടത്ത് പോലും ദിനേശ് ചേട്ടനായാലും അവൻ്റെ സുധീർ കരമന ആയാലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സമാധാനമായത്. ഒരിടത്ത് പോലും ഒരു നല്ല ആർട്ടിസ്റ്റിൻ്റെ കൈയൊതുക്കത്തോടു കൂടി ഞങ്ങളുടെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കിയ കരച്ചിൽ നല്ല കരുത്തുള്ള ഇടതൂർന്ന ഒരു മുട്ടിയായിരുന്നു ഈ കുട്ടിയുടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ. എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ പകുതി കഴിഞ്ഞാൽ ഈ കുട്ടി ക്യാൻസർ രോഗിയായിട്ട് ഒരു ക്യാൻസർ മൂലം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്നും അച്ഛനും അമ്മയും മരിച്ച് അനാഥയായ ഒരു കുട്ടി അമല ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടി ചികിത്സ സഹായം തേടി വരുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടി എഴുതുന്ന കൊച്ചു കൊച്ചു കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും മറ്റേ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ സിനിമ ഇതൾ വിരിയുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് കഥ എന്താണെന്ന് പോലും മനസ്സിലാകുന്നത്. പക്ഷെ അങ്ങനെ അതിജീവിച്ച് ക്യാൻസറിനെ അതിജീവിക്കുന്ന കുട്ടി മുടി മുറിക്കേണ്ടി വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. ആദ്യം കുട്ടിയുടെ മുടി എങ്ങനെ മുറിക്കും. അപ്പോൾ വളരെ ആശങ്കയോടുകൂടിയായാലും അതിൻ്റെ രക്ഷകർത്താക്കളോട് അവരുടെ ഭയങ്കര സപ്പോർട്ടുണ്ട്. അവരോട് പറഞ്ഞു ഈ മുടി മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അവളാണ് ഐഷ്യാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, നമുക്ക് മുടി മുറിക്കാം. മുടി മുറിക്കുക മാത്രമല്ല ആ മുടി ക്യാൻസർ രോഗികളായിട്ടുള്ള അമല ഹോസ്പിറ്റലിലെ നിർദ്ധനായിട്ടുള്ള അവർക്ക് ഈ മുടി ദാനം ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷം ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു കാര്യം പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയണം, ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. കാര്യം ഇത് ഒരു കച്ചവട മൂല്യം മാത്രം ഉൾക്കൊണ്ട് ചെയ്തൊരു പടമല്ല. അതിനപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പം ആദ്യം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിക്കഴിഞ്ഞ സംസ്ഥാന ഇങ്ങനെ കുറേ ഫെസ്റ്റിവലുകൾക്ക് എൻട്രി ആയിട്ടുണ്ട്. അങ്ങനെ പോകാൻ വരുന്ന ഇങ്ങനെയൊരു പടത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് ശോഭാ നായർ, ഉമ്മർ കെ പട്ടാമ്പി, ഹംസക്ക, സതീശൻ, വീരാനിക്ക ഇവരൊക്കെ മുമ്പോട്ട് വന്നതോടുകൂടിയാണ് ഇങ്ങനെയൊരു പടം നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അതിന് ഞാൻ അവരോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള സതീശൻ നല്ലൊരു കഥാപാത്രത്തിൻ്റെ അച്ഛൻ്റെ വേഷമാണ്. ആ ഗ്രാമത്തിൽ അതായത് പുല്ല് ചെത്തിയിട്ട് ആ ക്യാൻസർ വല്ലാണ്ട് പടർന്നു പിടിക്കുമ്പോൾ ആ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് ആൾക്കാരെല്ലാം പോയിട്ട് ആ ഗ്രാമത്തിൽ അവശേഷിക്കാൻ 1-2 വീടുകൾ അവശേഷിക്കുന്നുണ്ട്. ആ ഗ്രാമത്തിൻ്റെ കഥയാണ് ഇത് പറയുന്നത്. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ സംഭവിച്ചൊരു കാര്യമാണ്. ആലപ്പുഴയിൽ കീടനാശിനിയുടെ അതിയായ ഉപയോഗം മൂലം ക്യാൻസർ പടർന്നു പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഈ കഥ എഴുതിയത്. എൻ്റെ തന്നെ രചനയാണിത്. അപ്പം ആ ഗ്രാമത്തിലെ ഒരു പുല്ല് ചെത്തി ഉപജീവനം നടത്തുന്ന ഒരു തൊഴിലാളിയായിട്ടാണ് സതീശൻ്റെ വേഷം ചെയ്തത്. അച്ഛൻ മരിച്ചു പോകുന്നു. ആ അച്ഛൻ്റെ ഓർമ്മകളിലൂടെയാണ്, ആ അച്ഛൻ മരിച്ചുപോയെങ്കിലും അനാഥയാകുന്ന കുട്ടികളിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. ഇതിൻ്റെ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ജോസി ആലപ്പുഴയാണ്. അതേപോലെ എത്തും പാട്ടുകൾ ലീഗാജിത്ത് പാടിയിരിക്കും മനോഹരമായിട്ട്. ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ആ പാട്ട് അവൈലബിൾ ആണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇതിനകത്തൊരു ഡോക്ടറിൻ്റെ വേഷം ചെയ്തിരിക്കുന്ന മോഹൻ സാറ് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാറ് അവർ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ഒറിജിനൽ ഡോക്ടറാണെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഒരു മെസ്സേജാണ് ഇതിനകത്ത്. സിനിമ തീരുന്നതിൻ്റെ ഒരു മെസ്സേജിലാണ്. ക്യാൻസറിനെ മറ്റുള്ള രോഗങ്ങൾ പോലെ അതിജീവിക്കാൻ പറ്റും.
അല്ലെങ്കിൽ തൻ്റെ അടുത്തോളം നിൽക്കാൻ പറ്റുമെന്നുള്ള ഈ കുട്ടിയിലൂടെ തെളിയിക്കുന്നതിനെക്കുറിച്ചാണ് പടം തീരുന്നത്. ആ ഒരു മെസ്സേജാണ് ഞങ്ങൾ ഈ സിനിമയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ആ ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രധാനം ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് പോലും 6-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞ് സംരംഭത്തെ ഒന്നും നല്ല രീതിയിലൊന്നും മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ വിലയേറിയ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാര്യം ഇങ്ങനെയുള്ള പടങ്ങളും അതോടെ ഞങ്ങൾ തിയേറ്റർ റിലീസിങ്ങാണ് ചെയ്യുന്നത്. മറ്റുള്ള പടങ്ങൾ ഇങ്ങനെ ഫെസ്റ്റിവലുകളിൽ പോത്തേ ഉള്ളൂ. പക്ഷെ ഞങ്ങളതല്ല, ഞങ്ങളിത് 10-30ഓളം കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്യാണ്. അപ്പോൾ അതിന് മീഡിയയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇത്രയും ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഇനി ബാക്കി ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളെല്ലാം നമുക്ക് രേഖപ്പെടുത്താം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ലൈഫ് ഓഫ് മാംഗ്രോ എന്ന് പറയുന്ന മൂവിയിൽ മെയിൻ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 9th പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവിയാണിത്. ഇപ്പോൾ 3 മൂവി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതുവരെ റീൽസൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല. ക്യാമറയുടെ മുന്നിൽ കയറി ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടേ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഉമ്മർക്ക, ഹസക്ക, അതുപോലെ എലൻ, ബൈജു സാർ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി, ശോഭ ചേച്ചി, എല്ലാവരുടെയും സഹായത്തോടു കൂടി നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മൂവിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുടി മൊട്ടയടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളർന്നു വരികയാണ്. പിന്നെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി, നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. ഫസ്റ്റ് മുടി ഒരുക്കാൻ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ആകെ പോയെങ്കിലും പിന്നെ ഞാൻ വിളിച്ചു നമ്മുടെ സിനിമയിലൊക്കെ വരുമെന്ന് പറഞ്ഞ വലിയൊരു കാര്യമില്ലേ. പിന്നെ അങ്ങനെ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് മുടി മുറിച്ചത്. മുറിക്കല്ല, ഇത് ഫുള്ള് മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് എല്ലാവരും കണ്ണു നിറഞ്ഞു. സാർ എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കൂളാക്കിയിരുന്നു. സാരല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പ്രൊഡ്യൂസർ ആൻറ്റി ശോഭ നായരോടൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് അവര് കുറെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കാരണം ഞാൻ അധികം കാര്യമില്ല, എൻ്റെ പാരൻസ് കാരണം, അതുപോലെ പ്രൊഡ്യൂസേഴ്സൊക്കെ നല്ല രീതിക്ക് തന്നെ കാര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയിരുന്നു ആഗ്രഹമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പടം എങ്ങനെയും വിജയിച്ചാൽ മതി ഏതൊക്കെ വിചാരിച്ച് പോയി. ഈ സിനിമയിൽ പരിസ്ഥിതിയെ ഒരു നന്നായിട്ട് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണല്ലോ. അപ്പൊ ഇതിനകത്തൊരു ചാത്തൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ പറയുന്നുണ്ടെന്ന്. ഈ ചാത്തൻ ശരിക്ക് നമ്മുടെ പൊക്കുടൻ കൊണ്ട് അറിയാമായിരിക്കും. നമ്മുടെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകനായിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയാണോ നിങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ചാത്തൻ? വളരെ മനോഹരമായ ചോദ്യമാണ്. ഞാൻ അതിന് ഉത്തരം പറയാം. ഞങ്ങൾ ഈ സിനിമ ആരംഭിക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന വിഷ്വല് കനൽ പൊക്കുടനെയാണ് കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ജനാധിപത്യ രാഷ്ട്രീയത്തിന് കേരളത്തിൽ അടിയുറപ്പിച്ച ആ കല്ലൻ പൊക്കുടനാണ് നമ്മൾ ഈ പടം സമർപ്പിച്ചത്. അപ്പം ഇതിൽ ഈ കഥാപാത്രത്തെ നമ്മൾ എടുക്കുമ്പോൾ ഈ പൊക്കുടൻ ഒരു വിഷയമുണ്ടായിരുന്നു. പൊക്കുടൻ തീക്ഷ്ണമായ രാഷ്ട്രീയ ബോധമുള്ളതാണ്. അതായത് പരിസ്ഥിതി ജനാധിപത്യത്തിന്റെ ആ ഒരു തെളുത്ത് കാഴ്ചപ്പാടിൽ ഇത്ര മനോഹരമായിട്ട് അയാളുടെ ഒരു വിപ്ലവമാണ്. ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ വിപ്ലവമാണ് അദ്ദേഹം ഓരോ ചെടി നടുമ്പോഴും ഉണ്ടായിരുന്നത്, അല്ലേ? അപ്പം അത് തന്നെ ആ ഒരു കഥാപാത്രം തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ ഇത് ആലപ്പുഴയിൽ നടക്കുന്ന കുട്ടനാട്, അതായത് ഈ സിനിമ തുടങ്ങുന്നിടത്ത് പറയുന്നുണ്ട് ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് താഴെയുള്ള ഒരു ഗ്രാമമാണ്. രണ്ടാമത് ഈ ഗ്രാമത്തെ കുറിച്ച് പറയുന്നത് പണ്ട് ശ്രീമൂലമാസം എന്ന് പറയുന്ന ഒരു ബുദ്ധവികാര കേന്ദ്രമായിരുന്നു ആലപ്പുഴ. അതാണ് കാര്യം. ഒരുപാട് ബുദ്ധ വിഗ്രഹങ്ങൾ നമ്മൾ തകർക്കപ്പെട്ടിട്ട് ആ കൈമാളിപ്പെട്ടിട്ട് ഇതില്ല, തകർക്കപ്പെട്ട ആ ബുദ്ധവികാരങ്ങൾ ഒരുപാട് കിട്ടിയ ഗ്രാമം. അപ്പൊ അന്ന് ആ ഗ്രാമത്തിലെ ഈ പുന്നപ്രവരാർ സമരത്തിനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഈ പുഴയിലൂടെ കമ്പുമരങ്ങൾ ഈ കാട്ടിൽ വെച്ചിട്ടാണ് ചെത്തി ഒരുക്കി പാലിക്കുന്ന ഉണ്ടാക്കിയിട്ട് സമരം ചെയ്തിട്ടുള്ള ഒരു തലമുറയുടെ ഒരു മുത്തച്ഛന്റെ കൊച്ചുമോനാണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ചാത്തൻ അനാഥനാകും. അച്ഛനും അമ്മയൊക്കെ വസൂരി വന്ന് മരിച്ചത് ആ കാലഘട്ടം. അച്ഛനൊക്കെ മരിച്ചു കഴിയുമ്പോൾ അനാഥനായ ചാത്തൻ പള്ളിയുടെ സഹായത്തോടു കൂടി അനാഥമന്ദിരത്തിൽ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ഈ കാട്ടി വന്നിട്ട് ഉൾക്കാടുകളായിരുന്ന ഈ കാട്ടിൽ ഈ കണ്ടൽച്ചെടി വെച്ച് പിടിപ്പിക്കുകയാണ്. ചാത്തൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു രാഷ്ട്രീയം ചാത്തനെ അത് പറയുന്നില്ല. ചാത്തൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക. പക്ഷെ ഈ കണ്ടൽക്കാടുകൾ പതിയെ വളർന്ന് വന്നിട്ട് ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് കടലാണ്.
ചാത്തൻ എപ്പോഴും മുകളിലോട്ട് നോക്കും. ഒരു സിനിമ കാണാൻ മനസ്സിലാവും, മുകളിലോട്ട് പോകും, മുകളിൽ കടലാണ്, കാരണം കുട്ടനാട് താഴെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, ആലോചിക്കുമ്പോൾ, ഈ കഥ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കല്ലൻ പൂപ്പടം തന്നെയാണ്. അദ്ദേഹത്തെ തന്നെ അത് പോർട്രേറ്റ് ചെയ്യാണ്ടിരുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും വിവാദം വരുമോ, അല്ലെങ്കിൽ അത് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം പറയണം, അത് ആ ഒരു ഇതുകൊണ്ടാണോ അത് ഒഴിവാക്കിയത്? അല്ല, ഇത് ഈ കഥാപാത്രം വ്യക്തമായ രാഷ്ട്രീയം ഇതിനകത്തുണ്ട് ഈ സിനിമയിൽ. വ്യക്തമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാര്യം ഒരു പരിസ്ഥിതിയുടെ രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. കാര്യം ഈ നമുക്കറിയാം മറ്റുള്ള എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് ഈ കണ്ടൽച്ചെടി വെച്ച് പിടിപ്പിച്ചതാണ് ഈ ഏറ്റവും അവസാന സിനിമയിൽ. ഈ കണ്ടൽച്ചെടി ഈ കൊച്ചു പിടിപ്പിക്കുന്ന സ്വപ്നത്തിലാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. വലിയ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന കൊച്ചു കുട്ടികളിലേക്ക് ശരിക്കും അങ്ങനെ ഒരു രാഷ്ട്രീയം അതിനകത്ത് ഉണ്ട്. താങ്കളത് പറഞ്ഞ വളരെ സാറാണ്, അദ്ദേഹത്തിന് തന്നെയാണ് ഞങ്ങൾ സിനിമ സമർപ്പിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ സിനിമയുടെ സംഗീതമാണ് ആ സിനിമയുടെ ബലമെന്നുള്ളത്. 2 പാട്ട് ഉൾപ്പെടെ അതിന്റെ പശ്ചാത്തല സംഗീതത്തിൽ നല്ല അഭിപ്രായം. കാര്യം കുട്ടനാടിന് ഒരു വൃത്ത പാരമ്പര്യം ഉണ്ടെന്ന്, ഒരു തെളിവ് കാഴ്ചപ്പാടുണ്ട് എന്ന് കാണിച്ച സംഗീതമാണ്. ആ സംഗീതം ചെയ്തത് ജോസി ആലപ്പുഴയാണ്. ഒരുപാട് സിനിമകൾ ചെയ്തതാണ് അദ്ദേഹമാണ് ആ സംഗീതം ചെയ്തത്. അദ്ദേഹം താമസിച്ചു പോയി. അപ്പൊ അദ്ദേഹത്തിന് 2 വാക്കുകൾ. നമസ്കാരം. ഞാനൊരു കോഡിങ്ങിലായിരുന്നു, അപ്പോൾ അത് കാരണം താമസം, സോറി. ഈ പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സിനിമ രംഗത്തുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തൊരു പടം, വെറുതെ പറയുന്നതല്ല. കാരണം ഇത് ഒരു കൊമേഴ്സ്യൽ പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്നും പറയാൻ പറ്റത്തില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മെസ്സേജ്, ഇനി വരുന്ന തലമുറയ്ക്ക്, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അവർക്കും ഇതിനകത്തൊരു പങ്കുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം പിഴിഞ്ഞ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ അവർ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയാണ്. അത് സ്കൂളും ഹോസ്പിറ്റലും, അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ടൽക്കാടുകളെല്ലാം നശിച്ചു വരികയും അപ്പം അത് വെച്ചുപിടിപ്പിക്കുന്നതും ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ലൊരു സിനിമയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇത് ചെയ്യാഞ്ഞിട്ട് പോലും ഒരു അവാർഡ് അതിന് കിട്ടിയത്. അപ്പം ഇത് എല്ലാവരും എത്തണം, എല്ലാവരും എത്തട്ടെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും വളരെ നല്ല രീതിയിലുണ്ടാവണം. നല്ല പാട്ടുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടവരിൽ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു. പിന്നെ നല്ല ആറാറുമാണ് ഒക്കെ ജനങ്ങളിൽ എത്തിയാലേ നമ്മളെന്താണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന സിനിമ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ജോസി ആലപ്പുഴ എന്ന സംഗീത സമുദായം നിരവധി ചിത്രങ്ങളുടെ വാക്കുകൾ. അപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഈ പടം കണ്ട പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നല്ല അഭിപ്രായം പറയും പാട്ടുകളെ കുറിച്ച്. ഭയങ്കര കൃത്യമായ വരികളും ആ പെൺകുട്ടിയുടെ പാട്ടും ഭയങ്കര ടച്ചിങ് ആണെന്ന് എല്ലാവരും പറഞ്ഞത്. ജോസി പറഞ്ഞ ഒരു കാര്യം കൂടെ പൂരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ വിട്ടുപോയല്ല, പാട്ട് പ്രഷർക്കായിട്ട് പാട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ആ പാട്ട് നമുക്ക് കേൾക്കാം. അത് അതിന്റെ വീഡിയോ ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ജോസി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ സിനിമ അവസാനിക്കുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ലോകാരോഗ്യ സംഘടനയുടെ ഒരു സന്ദേശമാണ് ഈ സിനിമ ചെയ്യുന്നത്. അതായത് പരിചരണ വിടവ് നികത്തുക. കഴിഞ്ഞ വർഷത്തെ ലോകാരോഗ്യ സംഘടന 2024 ലോകാരോഗ്യ സംഘടനയുടെ ടൈറ്റിൽ അതായിരുന്നു ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, പരിചരണ വിടവ് നികത്തുക. ഉള്ളവരും ഇല്ലാവരും, ക്യാൻസർ രോഗികളുടെ ഇടയിൽ ഉള്ളവരും ഇല്ലാത്തവരുടെ തമ്മിലുള്ള വിടവ് നികത്തുക. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഈ ഡോക്ടർ നടത്തുന്ന സന്ദേശം, ഡോക്ടർ അഭിനയിച്ച മോഹൻ സാർ നടത്തുന്ന സന്ദേശത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. കാര്യം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ് സാധാരണ ഇങ്ങനെ നിർദ്ധനായ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും കേരളത്തിൻ്റെ ഒരു മാതൃകയാണെന്ന് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അനാഥരായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു സന്ദേശം ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ അത് ആ സന്ദേശമാണ് നമ്മുടെ സിനിമ തിരഞ്ഞെടുത്ത് വരുന്നത്. 2024 ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശമാണ് ഹോസ്പിറ്റൽ. അതാണ് സിനിമ. അതാണ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്തെങ്കിലും ചോദിക്കും. മോൾക്ക് സിനിമയിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നുന്നത് മോളുടെ പ്രായത്തിൽ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല.
ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൂക്കുടിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഈ സിനിമ കേട്ടപ്പോ ഏറ്റവും ആദ്യം ഇത് ചെയ്യാം, എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ചില്ല. കാരണം ഞാൻ ഇതിലേക്ക് സെലക്ട് ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കാതെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നതിന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റൊക്കെ അല്ലേ, അപ്പോൾ ഇവരുടെ സപ്പോർട്ട് കാരണമാണ് ഇത് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റിയത് കണ്ടപ്പോൾ പിന്നെ എന്ത് നമുക്ക് ചെയ്യാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഈ സിനിമയിൽ ഒത്തിരി മെസ്സേജുകൾ പറയുന്നുണ്ടെന്നാണ്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ലൈഫിലേക്ക് ഇപ്പൊ കയറിയതാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചോ? ഈ സിനിമ എന്താ സംസാരിക്കുന്നതിനെ കുറിച്ച് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചോ? അവര് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതില് പിന്നെ പാട്ട് കണ്ടപ്പോഴൊക്കെ ഭയങ്കര ടച്ചിങ് ഉള്ള സോങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു. അവരുടെ സ്റ്റോറി ഇതാണ്, നിങ്ങൾക്ക് കണ്ട എന്തായാലും നിങ്ങൾ മൗനമായിട്ട് കാണും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവരെന്തായാലും അറിഞ്ഞിട്ടേ കാണണം എന്നൊക്കെ പറഞ്ഞ്. അല്ല, അതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, ഈ സിനിമ നമ്മുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് വനത്തിൽ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അതിൻ്റെ സംഗീതവും അതിൻ്റെ പാട്ടും ഒക്കെ ഇടുമ്പോൾ ഒരു ഫീൽ കിട്ടുമ്പോൾ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കണ്ണ് ഈ കുഞ്ഞിൻ്റെ അഭിനയം കാരണം വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറേ പുറത്തൊക്കെ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സതീശൻ ഇപ്പൊ ഈ സിനിമ ഇപ്പൊ ഒരു മികച്ച പരിസ്ഥിതി ചിത്രം എന്നുള്ള രീതിയിലൊരു അവാർഡ് നേടി. അങ്ങനെയുള്ള ഒരു അംഗീകാരം അല്ലാതെ ചിലപ്പോ തിയേറ്ററുകളിൽ ഇങ്ങനെയുള്ള പടങ്ങൾ മിക്കതും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒരു ബോധവാനായിരുന്നോ ഈ സിനിമ എടുക്കുമ്പോൾ? അല്ലെങ്കിൽ ഇപ്പൊ അതിന് ശേഷം ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ എത്രത്തോളം ഹാപ്പിയാണ്? സാമ്പത്തികത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഈ പടം ചെയ്യണം, വൈദ്യ സാറ് കഥ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്കിത് എങ്ങനെയും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികം ഞങ്ങളങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പിന്നെ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷമായി. കൂടുതൽ അവാർഡുകളൊക്കെ വല്ലതും ഉണ്ടാകുമോ എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്നു. സന്തോഷമാണ് തോന്നിയത്. നിതിൻ തളിക്കുളമാണ് നമ്മുടെ ഇതിനകത്തെ ക്യാമറ. ഞാൻ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അവസാനം പറയാൻ വെച്ചല്ലോ. നിതിൻ തളിക്കുളമാണ് ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. നമ്മളോടത്തെ നമ്മൾ പറയാൻ ശരിയല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോലും വെച്ചാൽ ഈ ചിത്രീകരണത്തിന്റെ ഈ സിനിമയുടെ പകുതിയോളം ഭാഗങ്ങൾ അമല ഹോസ്പിറ്റലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഷാമിയേട്ടനാണ് അമല ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ സബ്ജക്റ്റ് പറയും, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വളരെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് അമല ഹോസ്പിറ്റൽ. കാര്യം ആ ഒരു അവരുടെ പേര് പോലും ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. കാര്യം ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവിടെയാണ് ഈ സിനിമയുടെ അല്ലേ ഒട്ടുമുക്ക. പിന്നെ ഞാൻ പറഞ്ഞില്ല, സതീശൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വേറൊരു വലിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊഡ്യൂസർ സൈഡ് പറഞ്ഞതാണ്. പക്ഷെ അതൊരു കച്ചവട സിനിമയാണ്. പക്ഷെ അത് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മുടെ പ്രൊഡ്യൂസർമാരുടെ ഒരു തന്നെയാണ്. അവരെല്ലാവരും ഇപ്പോൾ ഉമ്മർക്കായാലും ഹംസക്കയായാലും ശോഭ ചേച്ചി ആയാലും സതീശനായാലും ബിരിയാണിക്കായാലും എല്ലാവരും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സപ്പോർട്ട് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉള്ള സിനിമകൾ KFDCയുടെ സഹകരണത്തോടെ നിർമ്മിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ വല്ലതും ചിന്തിച്ചിരുന്നോ ആദ്യം? ഇല്ല, ഇത് നമ്മൾ ചിത്രാഞ്ജലിയുടെ പാക്കേജിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ചിത്രാഞ്ജലിയുടെ പാക്കേജിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മറ്റുള്ള പടത്തിന് അവർ ഒരു വർഷത്തിൽ 2 പടമൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് അത്യാവശ്യം പണ്ടുകളൊക്കെ പ്രൊഡ്യൂസർമാർ വന്നു. പിന്നെ ചിത്രാഞ്ജലിയുടെ പാക്കേജും കൂടെ നമ്മൾ എടുത്തു. അങ്ങനെ ആ പാക്കേജിലാണ് നമ്മൾ പടം ചെയ്തത്. നമ്മളിപ്പോൾ ഇതിനകത്ത് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതൊക്കെ ഒന്നായിട്ട് ഞാൻ എത്രയോ പോവാം. എത്ര ആ കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് സിനിമ കാണാൻ പറയാം. കണ്ടൽക്കാടുകളുടെ ഇടയിൽ ചിത്രീകരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, അസോസിയേറ്റ് രതീഷൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. രതീഷുണ്ട്, അങ്ങനെ പിന്നെ സോണ ജയപ്രകാശുണ്ട്, വിനയുണ്ട്, പ്ലസനുണ്ട്, അങ്ങനെ എത്രയും പേര് അസിസ്റ്റന്റ് ഡയറക്ടർ സ്ഥാനത്തുണ്ട്, ഹരിത ഹരിതവിനുണ്ട്. അപ്പോൾ അത്രയും പേരുള്ള കഷ്ടപ്പാടാണ്. ബാക്കി നമ്മുടെ സംഗീതം ചെയ്തവർ പാടിയവരും ഡീഗേറ്റാണ് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ആലപ്പുഴയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഈ പാട്ടുകളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ 2 പാട്ട് കാണും. ഇത് TV അജിത് കുമാർ പൊഞ്ചരികളും തളർത്തപ്പെടുന്ന മോഹൻലാലിന്റെ ചിത്രത്തിൽ എഴുതിയിട്ടുള്ളത് ലിറിക്സ് ആണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് സിനിമയിലുള്ളൊരു വ്യക്തിയാണ്. ചില ആൾക്കാർക്ക് എന്നെ അറിയാം.
എൻ്റെ മെയിൻ തൊഴിൽ ഫ്ലൂട്ട്, സാക്സഫോൺ ഇതൊക്കെയാണ്. പാടിയിരിക്കുന്ന ആൻഡ്രിയ മാർട്ടിൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം എന്നെ വിളിച്ച് പറയുന്നത്. കാരണം ഞാനൊരു മ്യൂസീഷ്യനായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ എല്ലാ ജനറേഷനിലുള്ള എല്ലാ ആൾക്കാർക്കും വായിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ ജെയ്സിൻ്റെ ആണെങ്കിലും ഗോപിസുന്ദറിൻ്റെ ആണെങ്കിലും എല്ലാ ആൾക്കാർക്കും വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ജോൺസേട്ടൻ മുതൽ തുടങ്ങിയത്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ തന്നെ നല്ല മ്യൂസിക്കിന് നല്ല സ്കോപ്പുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമില്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്, എന്നാൽ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മ്യൂസിക് സൈഡെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്, വിഷ്വൽസായിട്ട് ഭംഗിയായിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇത് സ്വീകരിക്കേണ്ടതും നിങ്ങൾ പറഞ്ഞ പോലെ അവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വേറെ ആൾക്കാരല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിൽ ഞങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മ്യൂസിക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏത് ഇതിലായിരുന്നു? അതായത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഇത് വേണമല്ലോ, ടീം വേണമല്ലോ. തീർച്ചയായിട്ടും അത് ഈ മ്യൂസിക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് സിനിമയ്ക്ക് ആക്ച്വലി ആദ്യം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യം പാട്ടാണ്. എന്ന് വെച്ചാൽ അച്ഛൻ മരിക്കുമ്പോൾ ഉള്ള ഒരു സാധനം, ഇത് അച്ഛനെ കുറിച്ചുള്ള പാട്ടാണ്, അത് വളരെ കുറവാണ്. അപ്പോൾ ആ സീൻ കണ്ടിട്ടാണ് പാട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അത് നല്ല ഭംഗിയായിട്ട് വന്നപ്പം എക്സ്റ്റെൻഡ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സിൽ ഉയർത്തെഴുന്നേൽപ്പില്ല. അതായത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതില്ല, അതാണ് ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സോങ്ങാണ്. എന്നാൽ എല്ലാത്തിനകത്തും ഒരു പെയിനും നമ്മുടെ പ്രകൃതിയും എല്ലാം അതിനകത്തുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് പ്രധാന താരങ്ങൾ, കുറച്ച് അറിയപ്പെടുന്ന താരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അവരുടെ ഒന്നും ഇപ്പൊ ഈ പ്രസ് മീറ്റിനാണെങ്കിലും കണ്ടില്ല. എന്തുകൊണ്ട് അവരെ അറിയിച്ചിരുന്നു ഒരു ഇതിനോട്? എല്ലാവരും ഒരേ സിനിമയുടെ തിരക്കിലാണ്. എല്ലാവർക്കും ഇതിനകത്ത് ആശംസകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മളിപ്പോ കാര്യം നമുക്ക് ഞങ്ങളിപ്പോ ഈ സാധാരണ ഒരു അവാർഡ് കിട്ടുന്ന ഒരു പടം തിയേറ്ററിലേക്ക് വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഒരു ചേഞ്ച് ഇതിനകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നു. അതിന് ഒപ്പരായിട്ട് ശരിക്കും ഈ സുധീർ കരമനയ്ക്കോ അല്ലെങ്കിൽ ദിനേശ് പണിക്കർക്കോ അല്ലെങ്കിൽ യാസ് ബക്കറിനോ ഒന്നും നമ്മുടെ ഒരു പടത്തില് കാര്യം അവർക്ക് അവരുടെ കഥാപാത്രം മനോഹരമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ. അതിന് അപ്പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മൾ ഇപ്പൊ തന്നെയാണ്. ഈ ഒരു അവാർഡ് കിട്ടിയ പടം തിയേറ്ററിലേക്ക് ഒരു തന്നെയാണ്. അത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ചെയ്തൊരു ഇതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അവരെയൊക്കെ അറിയിച്ചിരുന്നു. അവരെയൊക്കെ തിരക്കിലാണ്. അതേപോലെ കൊച്ചു പടങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരത്തിന്റെ പടങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂവിന്റെ ഒരു പ്രധാനമുണ്ട്. അശോക് വേറൊരു കൊമേഴ്ഷ്യൽ പടം ആണെങ്കിൽ ചിലപ്പോൾ അവരെല്ലാം ഇവിടെ വന്നതാണ്. അതൊക്കെ സ്വാഭാവികം. ഇത് പടത്തിന്റെ ഒരു പ്രാധാന്യം അനുസരിച്ചിരിക്കും ആൾക്കാർ വരുന്നത്. കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള പടങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ താമസിച്ചു വന്നത് അല്ല, ഇത് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ വർക്കിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ടൈമിങ് കീപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളത് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ വന്നേനെ. അതൊക്കെ ഇത് കൊമേഴ്ഷ്യൽ അല്ല, കുറച്ചുകൂടെ ഞങ്ങൾ അതായത് ഒരുപാട് പെയിൻ എടുത്ത് ചെയ്ത ഇതാണ്. കാര്യം ആരും പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിൽ വരണം എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ചെയ്തതാണ്. പക്ഷെ ഞാനിത് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. കാരണം ഇത് കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമുണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്, അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓരോരുത്തർക്കും ഒരാൾക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അവർക്കെല്ലാം അങ്ങനെ ഒരു തിരക്കുള്ളത് കാരണമാണ് വരാറ്. അല്ലേ ഉറപ്പായിട്ടും വന്നില്ല എല്ലാവരും വന്നേ. അതേപോലെ രാജേഷ് ഗോപാലിന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഉടനീളമുള്ള കഥാപാത്രമാണ്. പക്ഷെ ഒരു ഡയലോഗ് പോലും ഇല്ലെന്നതാണ്. ഈ കണ്ട അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷികളുടെ ഈ സസ്യങ്ങളുടെ സംഗീതം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല അദ്ദേഹം ഒരു വാക്ക് പോലും ഈ സിനിമ സംസാരിക്കുന്നത്. മോക്ക് പോലും ഈ സിനിമയിലാണ് 2 ഡയലോഗ് 3 ഡയലോഗ്. അവള് അത്രേ ഉള്ളൂ ഡയലോഗ്. ബാക്കി മുഴുവനും നമ്മളെ മ്യൂസിക്കിലും ഇതിലൊക്കെയാണ് പോകുന്നത്. ദിനേശ് ചേട്ടനൊക്കെ ആയാലും നല്ല, ദിനേശ് ചേട്ടനൊക്കെ ഒരു എം ഡി ആയിട്ടൊക്കെ നല്ല വേഷമാണ് ചെയ്തത്. അതേപോലെ തന്നെ സുധീർ കരമനി നല്ല വേഷമാണ്, അധ്യാപകന്റെ വേഷം ചെയ്തിരുന്നത്. അപ്പൊ ഈ സുധീർ കരമനായുടെ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഈ കുട്ടി പിൽക്കാലത്ത് എഴുതുന്നത്. അവിടെ എഴുതുന്ന കഥയിലൂടെയാണ് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്നും ഒരു പ്രലോഭം അറിയുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാഴ്ചപ്പാടി സിനിമകളുണ്ട്. അപ്പൊ അവരൊക്കെ പക്ഷേ ഷാവേട്ടനൊക്കെ പോലെ അറിയാലോ, അവരൊക്കെ വിളിച്ചിട്ട് എല്ലാവരും വരും. പക്ഷെ എന്നാലും അതിന് അപ്പുറത്തേക്ക്
വിളിച്ചിരുന്നു എല്ലാവരും. പക്ഷെ എല്ലാവരും ഓരോ വർക്കിലാണ്. നിയാസ് ഭായി രാവിലെ വിളിച്ചു, ഇന്ന് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ്. പക്ഷെ എല്ലാവരും നമ്മളോട് വർക്ക് ചെയ്തിരുന്നു. അവിടെ ഇറങ്ങാനുള്ള ആശംസകൾ അവരെല്ലാവരും ഉണ്ടല്ലോ. ഇന്നത്തെ അവരുടെ പ്രസൻസ് ഇല്ല എന്ന് വെച്ചുകൊണ്ട് ഇതൊന്നുമില്ല. നമുക്കിത് നന്നായിട്ട് നിങ്ങളൊക്കെ ഉണ്ട്. അത് ഇനി ആര് പ്രസന്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നന്നായ രീതിയിൽ നമുക്ക് നാളത്തേക്ക് ഇതൊരു മെസ്സേജാണ്. സത്യത്തിലൊരു സാമ്പത്തിക മോഹിച്ചിട്ട് ചെയ്ത വർക്കല്ല ഇരിക്കുന്ന ആരും തന്നെ. പൈസ എന്ന് പറയുന്ന സാധനത്തിന് ആരും വേണ്ടാന്നല്ല, വളരെ തുച്ഛമായ പൈസ വെച്ചിട്ട് എല്ലാവരും നന്നായി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അതിൽ ആർട്ടിസ്റ്റുകളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ അമല ഹോസ്പിറ്റലിലെ ഫാദർ ജെയ്സ് എന്ന് പറയും. ഞാൻ ഈ ഒരു 38 സെന്റിമീറ്റർ മുടി നീട്ടി അവിടെ വളർത്തി ക്യാൻസർ പേഷ്യന്റിന് 2 കൊല്ലം മുമ്പ് വെട്ടിക്കൊടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ അച്ഛനുമായിട്ടൊരു സൗഹൃദം. അപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 4 ദിവസം 5 ദിവസം ആ ഹോസ്പിറ്റൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഒരു ആശുപത്രി ഷൂട്ട് ചെയ്യണം നമുക്ക് 3-4 ലക്ഷം രൂപ എടുത്താൽ കിട്ടില്ല. അപ്പൊ അത്രയും അവിടെ നമ്മളിപ്പം നമ്മളെ ലോഡ്ജിലാണെങ്കിലും ഓഡിയോജിനും ഒക്കെ അവർ ഫ്രീ ആയിട്ട് ഓഡിറ്റോറിയം തരികയും അവിടെ എല്ലാ സഹകരണങ്ങളും അവരുടെ മെഷീനറീസും അവരുടെ എക്യുപ്മെന്റ്സും ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് തന്നു. ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് മീറ്റിംഗ് വെച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സഹകരണം ഉണ്ടായി. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാധികൾ രോഗമായതുകൊണ്ട് ഒത്തിരി ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതൊരു മെസ്സേജ് ആയിട്ട് നമ്മളിത് പറയുമ്പോൾ ഒത്തിരി ആളുകൾ കാണാനും പലരും ഇതിലേക്ക് വരാനും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു അവാർഡ് കിട്ടിയ പടമായിട്ട് തള്ളിക്കളയരുത്. അവാർഡുകൾ കുറെ കിട്ടണം ഇനിയും. പക്ഷെ എല്ലാവരും ഇത് ഉൾക്കൊള്ളണം. എല്ലാവരിലേക്കും നിങ്ങളുടേതായ ഒരു ഓൺലൈൻ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പടം ഒരു ഷോ കൊണ്ട് വീഴ്ത്താനും പറ്റും, കുറേ ഷോ ഓടിക്കാനും പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് നുണയൊന്നും പറയണ്ട, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ഭാവിയുടെ തലമുറയിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈകോർക്കണം, എല്ലാവരും ഇത് സഹകരിക്കണം എന്നാണ് പറയാം. അതെ, ശാമിയുടെ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇങ്ങനെയുള്ള പഠനങ്ങൾ സത്യത്തിൽ ഇപ്പോൾ ഞാൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഇരുന്ന ആളാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവലുകളുടെ ഒരു താളം എനിക്കറിയാം. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അവാർഡ് കിട്ടുന്ന പടങ്ങൾക്ക് തിയേറ്റർ വളരെ കൊടുക്കത്തില്ല. അവാർഡ് കിട്ടുന്നവർക്ക് തിയേറ്റർ കൊടുക്കും. പക്ഷെ നമ്മുടെ ശക്തമായിട്ട് തിയേറ്റർ പിടിക്കുന്ന അതുകൊണ്ടാണ്. കാര്യം തിയേറ്ററിലേക്ക് ഇതേപോലെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ബംഗാളിൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ മേളിലാണ് നിൽക്കുന്ന ആൾക്കാരാണ് ബംഗാളിൽ. ബംഗാളിലൊരു 50 പടം ഇറങ്ങുമ്പോൾ 25 പടവും എല്ലാ പടവും തിയേറ്ററിൽ കൊടുക്കും. പക്ഷെ 25 അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഇത്ര തിയേറ്റർ നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് മാത്രം. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ പിൽക്കാലത്ത് വരും. കാരണം നല്ല പടങ്ങളെ ആൾക്കാർ കാണാനാണ്. അവിടെ 50 പടങ്ങൾ ഇറങ്ങുമ്പോൾ അത് 25 പടവും കൊമേഴ്സ്യൽ പടം 25 കണക്കും, ബാക്കി 25 പടവും സമാന്തരം ഇങ്ങനെയുള്ള സിനിമകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ നല്ല തിയേറ്ററാണ്. അത് പതുക്കെ വന്നൊരു മൂവ്മെന്റ്സാണ്. പക്ഷെ അതേപോലെ തന്നെ കേരളത്തിൽ നല്ല പടങ്ങൾ, ഈ പടങ്ങൾ നല്ല സോഷ്യൽ മീഡിയ ഒക്കെ നല്ലോണം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇതിന് കാണാനും ആൾക്കാർ കയറും. അങ്ങനെ സമാന്തരമായിട്ട് നമ്മൾ ഈ അവാർഡ് കിട്ടുന്ന പടങ്ങൾ തിയേറ്ററിലേക്ക് ഇത് നമ്മുടെ കാലത്ത് പഴയ കാലത്തുള്ള കുറേ അവാർഡ് സിനിമകൾ നിരന്തരമായിട്ട് ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ഡോക്ടർ ബിജു ആയാലും പഴയ കാലത്ത് ഒരുപാട് മാറിയുള്ള സിനിമകൾ നമ്മുടെ സിനിമകൾ തിയേറ്ററിലേക്ക് വരാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വലിയൊരു തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഫെസ്റ്റിവലിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. വലിയൊരു ഫെസ്റ്റിവൽ പോകും. വേറൊരു മെസ്സേജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആരാധന ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യം, ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു സിനിമ കണ്ട് അതൊന്ന് ഉൾക്കൊള്ളുന്നത് ആവശ്യമാണ്. കാരണം വെച്ചാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അധ്യാപകർ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ സമൂഹം എങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനൊരു വലിയ മെസ്സേജ് ഇതിനകത്ത്. കാരണം ഒരാളും തളർന്നു വീഴാൻ സമ്മതിക്കില്ല. അവരെ ആ തളർന്നു ഉയർത്തിയെടുക്കുന്ന ഒരു സമൂഹമാണ് ഈ സിനിമയിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കാരണം ആ ഒരു തണലുമായിട്ട് ഒരു കുട്ടിയെ അങ്ങ് അതിന്റെ എല്ലാ അംശങ്ങളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ നെഗറ്റീവായിട്ടുള്ള എല്ലാം കളഞ്ഞിട്ട് നീ ഉയർത്തെഴുന്നേക്കും മോളെ എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരു കുട്ടിയെ, അതാണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ സ്കൂളുകളിലും ഇത് ഗവൺമെന്റ് തലത്തിലും എല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്, വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഒരു മെസ്സേജാണ്.
അതുകൊണ്ട് നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നതല്ല, ഞാൻ ഒരു മ്യൂസീഷ്യൻ ചെയ്ത ഒരാളെന്ന നിലയിൽ പറയുന്ന നല്ല സപ്പോർട്ട് ഉണ്ടാവണം. ഇത് കുട്ടികളിൽ എത്തണം, സമൂഹത്തിൽ എത്തണം, സ്കൂളുകളിലെല്ലാം എത്തണം. കാരണം ഇന്നിപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാം. അപ്പം അതിനൊരു വലിയൊരു കാര്യം, ഒരു അധ്യാപകൻ എങ്ങനെയാണെന്നാണ് അതിനകത്തൊരു അധ്യാപകൻ കാണിച്ചത്. അപ്പോൾ താങ്ക് യു. എന്തായാലും ഈ സിനിമ എല്ലാവരിലേക്കും എത്തട്ടെ, നല്ല ശ്രദ്ധ, കൂടുതൽ കൂടുതൽ അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കട്ടെ. പ്രേക്ഷകരോട് അവസാനമായിട്ട് നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട്. എല്ലാവരും പടം കാണണം. കുറച്ച് നേരം എന്തായാലും എല്ലാവരും മുണ്ടാതിരിക്കും അല്ലേ? ഈ പടം കാണുമ്പോൾ എല്ലാവരും കുറച്ച് നേരം മുണ്ടാതിരിക്കൂലേ? അങ്ങനെ മൗനാക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. എല്ലാവരും കുറെ നമ്മളെ ദൂരത്തിൽ ചിന്തിപ്പിക്കാൻ വഹിക്കുന്ന ഒരു മൂവിയാണ്. അപ്പം എല്ലാവരും കാണണം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ സോങ് ആയാലും നല്ല ടച്ചിങ് ആയിട്ടുള്ള സോങ്ങുകളാണ്. കുറേ വട്ടം നമുക്ക് കേട്ട് കേട്ട് ഇരിക്കാൻ പറ്റുന്ന സോങ്ങുകളാണ്. അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.